الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا الذين آمنوا സത്യവിശ്വാസികളായ ആളുകൾ യുഖാതിലൂന ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നു വല്ലദീന കഫറൂ നിഷേധികൾ യുഖാതിലൂന ഫീ സബീലിത് താഗൂത്ത് അവർ പിശാചിന്റെ മാർഗത്തിൽ പോരാടുന്നു ഫഖാതിലൂ ഔലിയാഅ ശൈത്താൻ ആകയാൽ നിങ്ങൾ പിശാചിന്റെ മിത്രങ്ങളോട് പോരാടുക ഇന്ന കൈദ ശൈത്താനി കാന ദഈഫാ തീർച്ചയായും പിശാചിന്റെ കുതന്ത്രം വളരെ ബലഹീനമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുക, മർദ്ദിതരുടെ മോചനത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക, അത് പടച്ചവന് പൊരുത്തമായ നിലയിലായിരിക്കണം എന്നീ കാര്യങ്ങൾ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞു. ഈ സമയത്ത് ഇത്തരം പോരാട്ടങ്ങളിൽ നിന്ന് നമ്മെ പിന്നിലേക്ക് വലിക്കുന്ന വലിയൊരു പ്രവണതയുണ്ട്. പടച്ചവനെ അസത്യത്തിന്റെ വക്താക്കൾ എണ്ണത്തിനും വണ്ണത്തിനും കൂടുതലാണല്ലോ, ഞങ്ങൾ രണ്ടിലും പിന്നിലാണല്ലോ. അല്ലാഹു തആല അതിനെപ്പറ്റി പറയുകയാണ്. അല്ലദീന ആമനൂ യുഖാതിലൂന ഫീ സബീലില്ലാഹ് സത്യവിശ്വാസികളായ ആളുകൾ പടച്ചവന്റെ മാർഗത്തിൽ പോരാടുന്നവരാണ്. മനസ്സിലാക്കണം, ഈ പോരാട്ടം പടച്ചവന്റെ മാർഗത്തിലാണ്. അതായത് പടച്ചവന്റെ സഹായമുണ്ടാകും, പടച്ചവന്റെ പിന്തുണയുണ്ടാകും. ഒരു ബലഹീനനായൊരു മനുഷ്യൻ ആചാരബാഹുവായ വലിയ ശക്തനായ ഒരു മല്ലനുമായി പോരാടുന്നു. സ്വാഭാവികമായും മല്ലൻ വിജയിക്കും, ബലഹീനനെ മലർത്തിയടിക്കും. പക്ഷേ ബലഹീനന്റെ മുന്നിൽ ആ മല്ലനേക്കാളും വലിയ ശക്തിയുള്ള മറ്റൊരു മല്ലനെ പിടിച്ചു നിർത്തി ഇവിടെ പോരാട്ടം അവർ തമ്മിലാകും. ഇവിടെ ആ മല്ലൻ മലർന്നടിച്ച് വീഴും. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം الذين آمنوا يقاتلون في سبيل الله സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ മാർഗത്തിലാണ് പോരാടുന്നത്. പടച്ചവന്റെ വചനത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടിയാണ് അവർ ത്യാഗം ചെയ്യുന്നത്. സത്യവും നീതിയും ന്യായവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അവരുടെ പോരാട്ടം. എന്തെങ്കിലും അവരുടെ രാഷ്ട്രീയ, ഭൗതിക, കുടുംബപരമായ താൽപര്യത്തിന് വേണ്ടിയല്ല, അക്രമങ്ങൾക്കും അനാചാരങ്ങൾക്കും വേണ്ടിയല്ല, മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയല്ല, സാമ്രാജ്യത്വ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല. الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت എന്നാൽ നിഷേധികളായ ആളുകൾ പിശാചിന്റെ മാർഗത്തിലാണ് പോരാടുന്നത്, പൈശാചിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ഒന്നുകിൽ വെറും ഊഹാപോഹങ്ങളെ ആരാധിച്ചുകൊണ്ട് പോരാടുകയാണ്, കിട്ടാത്ത കാര്യത്തിന് വേണ്ടി പോരാടുന്നു, ഇരുട്ടിൽ തപ്പുന്നു.
വെറുതെ വായുവിനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഭൗതികമായ തരം താഴ്ന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. അല്ലെങ്കിൽ അവർ വ്യക്തിപരമായ വിചാരങ്ങളുടെ പൂർത്തീകരണത്തിനാണ് പോരാടുന്നത്. അവരുടെ ലക്ഷ്യം പൈശാചികമായ ചിന്ത പൂർത്തീകരിക്കലാണ്, വിഗ്രഹാരാധന വളർത്തലാണ്, നിഷേധത്തെ സഹായിക്കലാണ്. അല്ലെങ്കിൽ വെറുതെ പേരും പെരുമയും ഉണ്ടാക്കലാണ്, വല്ലവരുടെയും സമ്പത്ത് കൊള്ളയടിക്കലാണ്, ആളുകളെ അടിമകളാക്കലാണ്. വല്ലദീന കഫറൂ യുഖാതിലൂന ഫീ സബീലിത് താഗൂത്ത്. ആകയാൽ അറിയണം, ഇവിടെ രണ്ട് ശക്തികളാണ്. ഒന്ന് പിശാച്, മറ്റൊന്ന് പടച്ചവൻ. പടച്ചവൻ സർവശക്തൻ, സർവാധികാരി, എല്ലാം നിയന്ത്രിക്കുന്നവൻ, സത്യത്തിന്റെ സഹായി. അള്ളാഹു സത്യത്തെ ഉയർത്തും. പിശാച് ആരംഭത്തിൽ ഭയങ്കര കളികളെല്ലാം കളിക്കും, ധൂമപടലങ്ങളെല്ലാം ഉയർത്തും, എല്ലാം തീർന്നു പോകും. കുമിളയെല്ലാം പൊട്ടിപ്പോകും. മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വീഴുന്നതായ സമയത്ത് ഇരുമ്പിനെ നന്നായി പഴിപ്പിക്കുമ്പോൾ കുറെ കുമിളകളെല്ലാം പൊന്തി വരും. അള്ളാഹു പറഞ്ഞ കുമിളകൾ പൊട്ടിപ്പോകും. ഭയങ്കര ബഹളമായിരിക്കും, ഒച്ചപ്പാടായിരിക്കും, മുദ്രാവാക്യങ്ങൾ, മീഡിയ പ്രചാരണങ്ങൾ, ആളുകളുടെ കയ്യടി, ജനങ്ങളുടെ പിന്തുണ. നോക്കിയിട്ട് അന്നു മുതൽ ഇന്നു വരെയുള്ള ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കൾ, ഔലിയാക്കൾ, അവരുടെ സന്ദേശങ്ങൾ നിലനിൽക്കുന്നു. വല്ലദീന കഫറൂ الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان. ആകയാൽ സത്യവിശ്വാസികളെ, പടച്ചവരിൽ പരിപൂർണമായി ഭരമേൽപ്പിച്ചവരെ, പടച്ചവന്റെ പാശത്തെ മുറുകെ പിടിച്ചവരെ, നിങ്ങൾ പിശാചിന്റെ മിത്രങ്ങളോട് പോരാടുക, പിശാചിന്റെ സഹായികളോട് നിങ്ങൾ പോരാടുക. ഇന്ന കൈദ ശൈത്വാനി കാന ദഈഫ. എണ്ണത്തിലും വണ്ണത്തിലുമുള്ള അവരുടെ വളർച്ചയും ഉയർച്ചയും നിങ്ങളെ ഒരിക്കലും ഭീരുക്കളാക്കാതിരിക്കട്ടെ. കാരണം പിശാചിന്റെ കുതന്ത്രം, അവന്റെ പദ്ധതികൾ, അവന്റെ ദുർബോധനങ്ങൾ എല്ലാം വളരെയധികം ബലഹീനമാണ്. ഒരു ഭാഗത്ത് സത്യത്തിന്റെ സന്ദേശം ഉന്നതം, പൈശാചിക വീക്ഷണങ്ങൾ അങ്ങേയറ്റം നിന്ദ്യം, അത് തന്നെ ഒരു ബന്ധവുമില്ല. പിന്നെ ബാഹ്യമായ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോഴും അള്ളാഹുവിന്റെ ശക്തിക്ക് മുന്നിൽ മറ്റുള്ളവരുടെ എത്ര ശക്തിയാണെങ്കിലും പിശാചുക്കളുടെ ശക്തിയാണെങ്കിൽ ഒന്നുമല്ല. പരിശുദ്ധ ഖുർആനെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. പടച്ചവൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ വിജയിക്കും, എന്റെ ദൂതന്മാര് വിജയിക്കും. ആരാണ് ഞാൻ? വലിയ കഴിവുള്ളവൻ, വലിയ പ്രതാപശാലി. അലാ ഇന്ന ഹിസ്ബശ്ശൈത്വാനി ഹുമുൽ ഖാസിറൂൻ. തീർച്ചയായും പിശാചിന്റെ പട്ടാളം പരാജയപ്പെടുന്നതാണ്, പരാജയം ഉറപ്പാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്. മഹാന്മാരായ നബിമാർ, പ്രത്യേകിച്ച് മാതരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ സഹാബത്ത്, അവരുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ പടച്ചവന്റെ പട്ടാളമാണ്.
അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. പടച്ചവന്റെ സംഘം തീർച്ചയായും വിജയം ഭരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വളരെ ശക്തമായും വ്യക്തമായും പറയുന്നു, നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, മർദ്ദിതരുടെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതുപോലെ പരിശ്രമിക്കും. പ്രവാചകന്റെ പിന്നിൽ നിങ്ങൾ അണിനിരന്ന് പരിശ്രമിക്കും. പടച്ചവൻ നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങൾ പടച്ചവന്റെ മാർഗത്തിലാണ്. الذين آمنوا يقاتلون في سبيل الله. സത്യവിശ്വാസികൾ ധർമ്മത്തിന്റെ പാതയിൽ പടച്ചവന് പൊരുത്തമായ മാർഗത്തിൽ പോരാടുന്നവരാണ്. സത്യത്തെ ഉയർത്തണം, സാധുക്കളെ സഹായിക്കണം. വല്ലദീന കഫറൂ യുഖാതിലൂന ഫീ സബീലിത് ത്വാഗൂത്ത്. നിഷേധികൾ പിശാചിന്റെ മാർഗത്തിലാണ്, അക്രമത്തിലാണ്. അതുപോലെ തന്നെ പടച്ചവനോടുള്ള പങ്കുചേർക്കലിലാണ് അവരുടെ പോരാട്ടങ്ങൾ നടക്കുന്നത്. ഫഖാതിലൂ ഔലിയാ അശ്ശൈത്താൻ. പിശാചിന്റെ ആളുകൾക്ക് പിശാചല്ലാതെ ഒരു സഹായിയുമില്ല. അവരുടെ പ്രധാനപ്പെട്ട സഹായി പിശാചാണ്. ഇന്ന കൈദ ശൈത്താനി കാന ദഈഫാ. പിശാചിന്റെ കുതന്ത്രങ്ങളെല്ലാം വളരെ ബലഹീനമാണ്, വെറും പാഴാണ്. അള്ളാഹുവിന്റെ ചൂല് വന്നു കഴിഞ്ഞാൽ പൈശാചികമായ മുഴുവൻ പ്രഹേളികകളും ചലന്തി വല പോലെ മാറിപ്പോകുന്നതാണ്. കാരണം അള്ളാഹു സർവശക്തനാണ്, വലിയ തന്ത്രജ്ഞനാണ്. പടച്ചവൻ സത്യത്തെ സഹായിക്കും. സത്യത്തിന്റെ വക്താക്കളെ നിങ്ങൾ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭീരുക്കളാകരുത്, നിങ്ങൾ പോരാടണം. കഴിഞ്ഞ ആയത്തിൽ വളരെ വിശദമായും ശക്തമായും വ്യക്തമായും പറഞ്ഞതുപോലെ പ്രവാചക മാർഗത്തിൽ നിങ്ങൾ പോരാടിൻ. നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കിൻ, ചിന്തിക്കിൻ, പടച്ചവരോട് പ്രാർത്ഥിക്കിൻ, പരസ്പരം കൂടിയാലോചിക്കിൻ, നേതൃത്വത്തെ അനുസരിക്കിൻ. കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും അവരൊന്നുമല്ല, ഞാൻ മാത്രമാണ്, ഞങ്ങൾ മാത്രമാണ് ആളുകൾ, ഇത്തരം ശൈലികൾ മാറ്റിൻ. അല്ലാഹു തആല വിജയത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, നല്ല അവസ്ഥ സംജാതമാക്കുന്നതാണ്. അല്ലാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.